ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുമ്പം അവരോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്. ഞാനിപ്പോൾ ഒരാളോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് സെന്റൻസുകൾ പറയുന്നത്. ക്വസ്റ്റ്യന് അതിനൊരു ആൻസർ ആയിട്ട് അങ്ങനെ. അപ്പൊ നിങ്ങളും ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തു പോകാറുള്ള, ഫോർ എക്സാമ്പിൾ ഓഫീസിലേക്ക്, സ്കൂളിലേക്ക്, അതുപോലെ പുറത്തേക്കൊക്കെ പോകാറുണ്ട്. ആ സമയത്തൊക്കെ ആവശ്യപ്പെട്ട സാധനങ്ങൾ, നമ്മുടെ ബാഗ്, നമ്മുടെ ഫോണ്, നമ്മുടെ വാച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അതൊക്കെ നമ്മൾ മറന്നു പോവാറുണ്ട്, നമ്മൾ വെച്ച സ്ഥലത്ത് കാണാറില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസ് ആണ്. ഇപ്പോൾ ഞാൻ ഇറങ്ങാനിരിക്കുന്ന സമയത്ത് എൻ്റെ ബാഗ് ഞാൻ ചോദിക്കാണ്, എൻ്റെ ബാഗ് എവിടെ, എൻ്റെ ബാഗ് എവിടെ, where is my bag, where is my bag, എൻ്റെ ബാഗ് എവിടെ. നിന്റെ ബാഗ് ടാബ്ലിന് മുകളിലുണ്ട്, നിന്റെ ബാഗ് ടാബ്ലിന് മുകളിലുണ്ട്. യുവർ ബാഗ് എന്നാണ് കേട്ടോ. യുവർ ബാഗ് ഈസ് ഓൺ ദ ടേബിൾ, ടേബിളിന് മുകളിലായതുകൊണ്ട് ഓൺ ദ ടേബിൾ. യുവർ ബാഗ് ഈസ് ഓൺ ദ ടേബിൾ. ഓക്കെ, നിന്റെ ബാഗ് കിട്ടിയോ നമ്മൾ ചോദിക്കുകയാണ്. ഈ ബാഗിനെ അങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. നിന്റെ ബാഗ് കിട്ടിയോ, ഡിഡ് യു ഗെറ്റ് യുവർ ബാഗ്, ഡിഡ് യു ഗെറ്റ് യുവർ ബാഗ്, നിന്റെ ബാഗ് കിട്ടിയോ. ഓക്കെ, ബാഗ് ഇവിടെ ഉണ്ട് അങ്ങനെ പറയാറുണ്ടല്ലോ. ബാഗ് ഇവിടെ ഉണ്ട്, ഫോൺ ഇവിടെ ഉണ്ട്, വാച്ച് ഇവിടെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയാട്ടോ. ദ ബാഗ് ഈസ് ഹിയർ, ദ ബാഗ് ഈസ് ഹിയർ. ഇവിടുത്തെ ഈസ് ഉണ്ടെന്ന് പറയാനാണ്. ദ ബാഗ് ഈസ് ഹിയർ. ഓക്കെ, ഈ ബാഗിൽ ഒന്നുമില്ല, ഈ ബാഗിൽ ഒന്നുമില്ല. There is nothing in this bag. ഈ ബാഗിൽ ഒന്നുമില്ല. ബാഗിൽ പുസ്തകം വെക്കൂ, ബാഗിൽ പുസ്തകം വെക്കൂ. Put the book in the bag. Put the book in the bag. Okay. ബാഗിൽ ടിഫിൻ വെച്ചില്ലേ, ബാഗിൽ ഫോൺ വെച്ചില്ലേ, ബാഗിൽ പുസ്തകം വെച്ചില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ബാഗിൽ ടിഫിൻ വെച്ചില്ലേ. Didn't you put the tiffin in the bag? Didn't you put the tiffin in the bag? ബാഗിൽ ടിഫിൻ വെച്ചില്ലേ. ഓക്കെ, ബാഗ് അവിടെ നിന്ന് മാറ്റൂ അല്ലേ. ഇപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു ടേബിൾ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ബാഗ് അവിടെ നിന്ന് മാറ്റൂ. ഇങ്ങനെ പറയാം, മൂവ് ദ ബാഗ് ഫ്രം ദർ, മൂവ് ദ ബാഗ് ഫ്രം ദർ. എന്റെ ബാഗിൽ ഫോൺ ഉണ്ട്, എന്റെ ബാഗിൽ ഫോൺ ഉണ്ട്. മൈ ഫോൺ ഈസ് ഇൻ മൈ ബാഗ്, മൈ ഫോൺ ഈസ് ഇൻ മൈ ബാഗ്. എന്റെ ഫോൺ ബാഗിലുണ്ട്, എന്റെ ബാഗിൽ എന്റെ ഫോൺ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ്, നിന്റെ ഫോൺ ബാഗിലാണോ ചോദിക്കുകയാണ് നമ്മളല്ലേ. നിന്റെ ഫോൺ ബാഗിലാണോ. റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ആ ഫോൺ എടുക്കുന്ന പറയുമ്പോൾ നിന്റെ ഫോൺ ബാഗിലാണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. യുവർ ഫോൺ ഇൻ ദ ബാഗ്, യുവർ ഫോൺ ഇൻ ദ ബാഗ്. ഓക്കെ, ആ ബാഗ് ആരുടേതാണ്. ഈ ബാഗ് അല്ലാത്ത സാധനമൊക്കെ നമുക്ക് ഈ സെന്റൻസുകളിൽ പറയാട്ടോ. ആ ഫോൺ ആരുടേതാണ്, ആ ഗ്ലാസ് ആരുടേതാണെന്നൊക്കെ ചോദിക്കാം. ആ ബാഗ് ആരുടേതാണ്. ഹോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ആരുടേതാണെന്ന് ചോദിക്കാൻ വേണ്ടി. ഹോസ് ബാഗ് ഈസ് ദാറ്റ്, ഹോസ് ബാഗ് ഈസ് ദാറ്റ്. ഇനി ഈ ബാഗ് ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹോസ് ബാഗ് ഈസ് ദിസ് അല്ലേ, അതറിയാലോ, ദാറ്റും ദിസ് ഒക്കെ. ഓക്കെ, ആ ബാഗ് എടുക്കൂ. ടേക്ക് ദാറ്റ് ബാഗ്, ടേക്ക് ദാറ്റ് ബാഗ്. അവന്റെ ബാഗ് കൊടുക്കൂ, അവന്റെ ബാഗ് കൊടുക്കൂ. ഗിവ് ഹിസ് ബാഗ്, ഗിവ് ഹിസ് ബാഗ്. അവൻ ബാഗ് എടുത്തില്ല, അവൻ ബാഗ് എടുത്തില്ല. എങ്ങനെ പറയാ, ഹേ ഡിഡ്ന്റ് ടേക്ക് ദ ബാഗ്, ഹേ ഡിഡ്ന്റ് ടേക്ക് ദ ബാഗ്. അവൻ ബാഗ് എടുത്തില്ല. നീ അത് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു വസ്തു ബാഗ് ആകാം, അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീ അത് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ബ്രിങ് ദാറ്റ് ഹിയർ, ബ്രിങ് ദാറ്റ് ഹിയർ. നീ അത് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഈ ബാഗിൽ എന്തൊക്കെയുണ്ട്, ഈ ബാഗിൽ എന്തൊക്കെയുണ്ട്, ഇങ്ങനെ ചോദിക്കുക. എന്തൊക്കെ. വാട്ട് ഓൾ ആർ ഇൻ ദിസ് ബാഗ്, വാട്ട് ഓൾ ആർ ഇൻ ദിസ് ബാഗ്. ഓക്കെ, ഈ ബാഗ് നല്ല വെയിറ്റ് ഉണ്ട്, ഈ ബാഗ് നല്ല വെയിറ്റ് ഉണ്ട്. ദിസ് ബാഗ് ഈസ് വെരി ഹെവി, ദിസ് ബാഗ് ഈസ് വെരി ഹെവി. ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ആണ്. നമ്മളൊരു വസ്തുവിൽ വെയിറ്റ് ഉണ്ടെന്ന് പറയുമ്പം ഹെവി നമുക്ക് യൂസ് ചെയ്യാം. ദിസ് ബാഗ് ഈസ് വെരി ഹെവി. ഓക്കെ, നീ ഇന്ന് ബാഗ് എടുത്തില്ലേ, നീ ഇന്ന് ബാഗ് എടുത്തില്ലേ. Didn't you take your bag today? Didn't you take your
ബാഗ് ടുഡേ. ഇന്ന് ബാഗ് എടുത്തില്ലേ? എനിക്ക് ബാഗ് എടുക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ബാഗ് എടുക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിന്റ് ടേക്ക് ദ ബാഗ്. ഐ കുഡിന്റ് ടേക്ക് ദ ബാഗ്. എന്റെ ബാഗ് ഇവിടെ കാണുന്നില്ല. എന്റെ ബാഗ് ഇവിടെ കാണുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വസ്തു കാണുന്നില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ കാണ്ട് ഫൈൻഡ് മൈ ബാഗ് ഹിയർ. ഐ കാണ്ട് ഫൈൻഡ് മൈ ബാഗ് ഹിയർ. എന്റെ ബാഗ് ഇവിടെ കാണുന്നില്ല. നീ പുതിയ ബാഗ് വാങ്ങൂ. നീ പുതിയ ബാഗ് വാങ്ങൂ. ബൈ എ ന്യൂ ബാഗ്. ബൈ എ ന്യൂ ബാഗ്. എനിക്കൊരു പുതിയ ബാഗ് വാങ്ങണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എനിക്കൊരു പുതിയത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കാറ് വാങ്ങണം, എനിക്കൊരു ഫോൺ വാങ്ങണം എന്നൊക്കെ. അപ്പോൾ എനിക്കൊരു പുതിയ ബാഗ് വാങ്ങണം. ഇത് എൻ്റെ ഒരു ആവശ്യം, ആഗ്രഹമാണ്. സോ ഐ വാണ്ട് ടു ബൈ എ ന്യൂ ബാഗ്. ഐ വാണ്ട് ടു ബൈ എ ന്യൂ ബാഗ്. ഓക്കെ, ഞാനൊരു പുതിയ ബാഗ് വാങ്ങി. ഞാനൊരു പുതിയ ബാഗ് വാങ്ങി. ഐ ബോട്ട് എ ന്യൂ ബാഗ്. ഐ ബോട്ട് എ ന്യൂ ബാഗ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു പുതിയ ബാഗ് ഉണ്ട്. ഇങ്ങനെ പറയാ, എൻ്റെ കയ്യിൽ ഒരു പുതിയ ബാഗ് ഉണ്ട്. ഐ ഹാവ് എ ന്യൂ ബാഗ് വിത്ത് മീ. ഐ ഹാവ് എ ന്യൂ ബാഗ് വിത്ത് മീ. എൻ്റെ കയ്യിൽ ഒരു പുതിയ ബാഗ് ഉണ്ട്. നീ പുതിയ ബാഗ് വാങ്ങിയോ? എങ്ങനെ ചോദിക്കുക? നീ പുതിയ ബാഗ് വാങ്ങിയോ? ഡിഡ് യു ബൈ എ ന്യൂ ബാഗ്? ഡിഡ് യു ബൈ എ ന്യൂ ബാഗ്? ഞാൻ പുതിയ ബാഗ് വാങ്ങിയില്ല എന്നെങ്ങനെ പറയാ? ഞാൻ പുതിയ ബാഗ് വാങ്ങിയില്ല. അതിൻ്റെ ആൻസർ ആയത് കൊണ്ട് തന്നെ ഐ ഡിഡിൻ ബൈ എ ന്യൂ ബാഗ്. ഐ ഡിഡിൻ ബൈ എ ന്യൂ ബാഗ്. ഓക്കെ, അപ്പൊ ഇത്രയും സെന്റൻസ് ക്ലിയർ ആയല്ലോ. ഇനി നിന്റെ ബാഗ് പുതിയതാണോ എങ്ങനെ ചോദിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ വേറൊരു പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങളും കുറച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറ്റുമെങ്കിൽ കമന്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഞാൻ തന്ന സെന്റൻസ് കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും ഒക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, എങ്ങനെ നമുക്ക് ഒട്ടും അറിയാതെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റുമെന്നുള്ളത്. അത് വളരെ സിമ്പിളാണ്. നമ്മുടെ താല്പര്യം, നമ്മുടെ ആഗ്രഹമാണ് നമ്മളെ ഏത് വഴിയും വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് റിസ്ക് എടുത്താൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഒന്ന് പഠിക്കാനൊരുങ്ങിയാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതുപോലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഡെയിലി ഒരു 5-10 മിനിറ്റിനുള്ളിൽ, 5-10 മിനിറ്റിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായ രീതിയിൽ നമ്മളിപ്പോൾ ഒരു വാക്കുകൾ, ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു റൂമിലോ ഒരു കിച്ചണിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തിരിക്കുകയാണെങ്കിലും അവിടെയുള്ള വസ്തുക്കൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആ വസ്തുക്കളുടെ പേര് നമ്മളൊന്ന് ഇംഗ്ലീഷിൽ പറയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഡെയിലി ഒരു 10 മിനിറ്റ് ഇതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ ഈ വീഡിയോസുകൾ കണ്ടിട്ട് തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.